ശാലോം ടി വിയുടെ ദ കൊയർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. സംഗീതത്തിൻ്റെ പ്രാധാന്യം സുവിശേഷ രംഗത്ത് എന്താണ്, എങ്ങനെയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ശ്രേഷ്ഠമായ അതുല്യമായ ഒരു പ്രോഗ്രാമാണ് ദ കൊയർ എന്നുള്ളത്. ആരാധന സംഗീതം മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ സനാതനമായ നിത്യനൂതനമായ സർവ്വലൗകികമായ കാഴ്ചപ്പാടുകളെയും രക്ഷാകര പദ്ധതിയെയും അറിയിക്കുന്നത് സുവിശേഷ ഗാനങ്ങളിലൂടെയും യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പദ്ധതിയെ, പരിത്രാണ പദ്ധതിയെ ലോകത്തിന് കൊടുക്കുവാനായിട്ട് കഴിയുമെന്ന് വലിയ ലക്ഷ്യത്തോടെ താല്പര്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രോഗ്രാമാണ് ശാലോം ടി വിയുടെ ഈ ദ കൊയർ എന്ന പ്രോഗ്രാം. ഈ ശുശ്രൂഷയുമായിട്ട് ബന്ധിപ്പിച്ച് ആരാധന സംഗീതവും സുവിശേഷത്തിൻ്റെ നല്ല ധ്വനികളും കൂട്ടിയിണക്കിക്കൊണ്ട് നല്ല സാക്ഷികൾ പങ്കുവെക്കുവാനായിട്ട് ഇന്ന് എന്നോടുകൂടെയുള്ളത് ദ കൊയർ എന്ന പ്രോഗ്രാമിൽ പങ്കുചേരുന്നത് TG രാജൻ അവറുകളാണ്. പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഏതാണ്ട് 40 വർഷത്തെ ഒരു സംഗീതത്തിൻ്റെ ശുശ്രൂഷയുടെ പരിചയം, അനുഭവം, സമ്പത്ത് ഇതൊക്കെയുള്ള ഈ പ്രിയപ്പെട്ട TG രാജൻ അവറുകൾ നമുക്ക് ഈ നല്ല സാക്ഷ്യങ്ങളെ നമുക്ക് ചേർത്ത് വെക്കാം. ആരാധന സംഗീതം എന്ന് പറയുമ്പോൾ തന്നെ നിൻ സ്തുതിയും ഹല്ലേലൂയയും കർത്താവെ ഞാൻ നിർത്തരുതേ എന്ന 2 വരികൾ ഒരുപക്ഷെ എഫേസ്യ ലേഖനം 2:19 വായിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങളാലും സ്തുതിഗീതങ്ങളാലും ആത്മീയ കീർത്തനങ്ങളാലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവും ദൈവവുമായവന് സ്തുതി പാടി നിങ്ങളുടെ ഹൃദയം കവിഞ്ഞ് ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന് പാടി സ്തോത്രം ചെയ്യുവീനെന്ന്. അപ്പോൾ ശരീര മനസ്സുകളുടെ ഒരു സമർപ്പണം, അതിലപ്പുറമായിട്ട് ലഭിച്ചിട്ടുള്ള നന്മകളെ ഓർത്ത്, കൈവരിച്ചിട്ടുള്ള കൃപകളെ പ്രതി ജീവിതത്തിൽ നമ്മൾ ഇന്ന് നിലനിൽക്കുന്നത് തന്നെ ജീവിതമെന്ന മഹത്തായ ദാനം ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനായിട്ടുള്ള സ്തുതിഗീതങ്ങളാണ് കൂടുതൽ സുവിശേഷ ഗാനങ്ങളും ആരാധന ഗീതങ്ങളും അതുതന്നെയാണ്. അത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ആരാധന ഗീതമാണല്ലോ നിൻ സ്തുതിയും ഹല്ലേലൂയയും. അത് ഹാർമോണിയം വായിച്ചൊന്ന് പാടി എന്ത് പ്രാധാന്യം സുവിശേഷ രംഗത്ത് ഈ സംഗീതത്തിനുണ്ട്, പ്രത്യേകിച്ച് ആരാധന സംഗീതത്തിനുണ്ട് എന്നൊന്ന് പങ്കുവയ്ക്കാം. നമുക്കൊന്ന് പ്ലേ ചെയ്യാം. നിൻ സ്തുതിയും ഹല്ലേലൂയയും കർത്താവേ ഞാൻ നിർത്തരുതേ, വിധി നീതി അയ്യോ ചെയ്യരുതേ. ആരാധനാ സംഗീതം തന്നെ തിരുസഭയിൽ ഉപയോഗിക്കപ്പെടുമ്പോൾ അതെല്ലാറ്റിനെയും ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ കൃപകളെ ഓർത്ത് അത്തരത്തിൽ ഒരു സുവിശേഷത്തിൻ്റെ സാക്ഷിയായിട്ട് മാറുവാൻ താങ്കളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് സംഗീത രംഗത്ത് ലഭിച്ചിട്ടുള്ള കൃപകളെ ഓർത്ത് നന്മ പ്രതി ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് ഒന്ന് പങ്കുവെക്കാവും. സംഗീതം ദൈവികമാണ്. ഗായക സംഘത്തോട് ചേർന്ന് ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ വലിയ പ്രത്യേകതകൾ നമുക്കുണ്ടാകുന്നുണ്ട്. വലിയ പ്രത്യേകതകൾ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് പറയുകയാണെങ്കിൽ ദൈവിക ചൈതന്യമാകാം, ദൈവിക സാന്നിധ്യമാകാം. ഇപ്പോൾ പ്രത്യേകിച്ച് ജീവിതത്തിലെ നേട്ടങ്ങൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിറഞ്ഞ് ദൈവത്തെ പാടി സ്തുതിക്കാനായിട്ട് നമുക്ക് തോന്നും. എല്ലാ സങ്കീർത്തനങ്ങൾ തന്നെ നമുക്കറിയാം സ്തുതിഗീതങ്ങളാണ്. അപ്പോൾ ആരാധനയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ, അല്ലെ ഒരു സുവിശേഷം സംഗീതത്തിലൂടെ പങ്കുവെക്കുമ്പോൾ, പ്രതിഫലിപ്പിക്കുമ്പോൾ നമ്മളിൽ ഒരു അടങ്ങാത്ത സ്തുതിയുണ്ട്. കൃപകളിൽ നിറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, തൃത്വനാമത്തിൽ
നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അത് ഈ 40 വർഷത്തെ പരിചയത്തിനുള്ളിൽ അങ്ങനെ എന്തുമാത്രം സുവിശേഷത്തെ അങ്ങനെ സ്തുതിഗീതങ്ങളിലൂടെ ഉപയോഗപ്രദമാക്കി തീർത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ആരാധനാ സംഗീതത്തിലൂടെ. ഓക്കെ, ഞാനൊരു പാട്ടിവിടെ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. എന്നിൽ അടങ്ങാത്ത നിൻ സ്തുതി ഞാനെന്നെന്നും പാടിയിടുമേ. എന്നിൽ അടങ്ങാത്ത നിൻ സ്തുതി ഞാനെന്നെന്നും പാടിയിടുമേ. ഇന്നാൾ വരെ എൻ പാതയിൽ നീ ചെയ്ത നന്മയ്ക്കായി, ഇന്നാൾ വരെ എൻ പാതയിൽ നീ ചെയ്ത നന്മയ്ക്കായി, എന്നിൽ അടങ്ങാത്ത നിൻ സ്തുതി ഞാനെന്നെന്നും പാടിയിടുമേ. ഈ വരികളിൽ തന്നെ ജീവിതത്തിൽ ദൈവം തന്ന ദാനങ്ങളെ പ്രതിയുള്ള സ്തുതിയാണ്. അപ്പോൾ ആരാധനാ സംഗീതവും സുവിശേഷത്തിൻ്റെ നല്ല വരികളും ദൈവത്തെ പാടി സ്തുതിക്കാനായിട്ടുള്ള നല്ല ഒരു സമർപ്പണത്തിൻ്റെ ആത്മീയ വേദിയാണ്. അത് നമുക്ക് തിരിച്ചറിയാം. നമുക്ക് ഈ പാട്ടിലേക്ക് പോകാം. എന്നിൽ അടങ്ങാത്ത നിൻ സ്തുതി ഞാൻ എന്നെന്നും പാടുമേ എന്ന ആ പാട്ടിലേക്ക് നമുക്ക് ഇപ്പോൾ പോയി ഒരുമിച്ച് നമ്മുടെ സെൻറ് മേരീസ് ഓർത്തഡോക്സ് ഗായ സംഘത്തോട് നമുക്ക് ചേർന്ന് നിന്ന് പാടാൻ ശ്രമിക്കാം.
എന്നിൽ അടങ്ങാത്ത നിൻ സ്തുതി എന്ന ഗീതം എല്ലാവരും ശ്രവിച്ച് കാണുമല്ലോ. വളരെ താല്പര്യത്തോടുകൂടി വീണ്ടും നമുക്ക് അടുത്ത ഗീതത്തിലേക്ക് കടക്കാം. രണ്ടാമത് നമ്മൾ കർത്താവിൻ്റെ ക്രൂശുമായിട്ട് സംഗീത ശുശ്രൂഷയെ ഒന്ന് ബന്ധിപ്പിക്കുമ്പോൾ നമുക്കറിയാം, കാൽവറിയിലെ കർത്താവിൻ്റെ പരമയാഗം മൂലം നമുക്ക് രക്ഷ ലഭിച്ചു. കർത്താവിൻ്റെ അടിപ്പിണരുക നമുക്ക് സൗഖ്യം ലഭിച്ചു. എൻ്റെ ക്രൂശിൽ ഒഴുക്കിയ ചങ്കിലെ രക്തം കൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടു. ഇങ്ങനെ ഒരു സാർവത്രികമായ ഒരു രക്ഷയുടെ ഒരു യൂണിവേഴ്സൽ സാൽവേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭ്യമായിട്ടുണ്ട്. എന്നാൽ ഈ ക്രൂശും ഈ കഷ്ടതയും ഇതെല്ലാം ദൈവപുത്രൻ ആഗ്രഹിക്കണമായിരുന്നോ, അനുഭവിക്കണമായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. സംഗീത ശുശ്രൂഷയിൽ ഈ കഷ്ടതയ്ക്ക് എന്ത് മറുപടിയാണ് കൊടുക്കാനായിട്ടുള്ളത്? ഇതിൻ്റെ ആരംഭത്തിങ്കൽ ഒരുപക്ഷെ ഹാർമോണിയം പ്ലേ ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് കഷ്ടതകൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടോ? അത് നന്മയ്ക്കായിട്ട് തീർന്നിട്ടുണ്ടോ? എന്താണ് മറുപടി പറയാനായിട്ടുള്ളത്? തീർച്ചയായിട്ടും ആദ്യകാലങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. കാര്യം ആദ്യം നമുക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, കാര്യം ഇന്നത്തെ പോലുള്ള വാഹനങ്ങളൊന്നുമില്ല. ഈ ഹാർമോണിയം നമ്മൾ സൈക്കിളാണ് അന്നത്തെ, സൈക്കിളിൽ ഹാർമോണിയം വെച്ച് കെട്ടി ആരാധനയ്ക്ക് വന്നിരുന്നത് പോലും അങ്ങനെയാണ്. ആദ്യകാലങ്ങളിൽ ഗായസംഘമായിട്ട് സംഘാംഗങ്ങളൊന്നുമില്ല, ഇൻസ്ട്രുമെൻ്റ് മാത്രം ഇവിടെ വെച്ചു എല്ലാവരും പാടുന്നു, അതിൻ്റെ കൂടെ ഇത് പ്ലേ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് വളരെ ദൂരം ഒക്കെ ഈ ഹാർമോണിയം സൈക്കിളെ വെച്ച് കെട്ടി പോകേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതിലെല്ലാം നമ്മൾ വളരെ സംതൃപ്തിയാണ് കിട്ടിയിട്ടുള്ള. സംഗീതത്തിൽ കൂടെ നമുക്ക് വളരെയധികം സംതൃപ്തി ഉണ്ടായിട്ടുണ്ട്. കഷ്ടതകൾക്ക് ഒരു സംഗീതത്തിന് വേണ്ടി കഷ്ടതകൾ ത്യാഗം ഏറ്റെടുക്കുമ്പോൾ അതിലൊരു സംതൃപ്തി, ഒരു അനുഗ്രഹം ഉണ്ടെന്നാണ് സാക്ഷിക്കാനായിട്ട് കഴിയുന്നത്. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ ധാരാളം ഗീതങ്ങൾ പാടിയിട്ടുണ്ടാവുമല്ലോ. ഉണ്ടാവും. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ 4ാം തലമുറയിലെ ഒരു വ്യക്തിയുമായിട്ട് അടുത്തയിടെ സംസാരിച്ചപ്പോൾ, ആ തറവാട്ടിൽ ചെന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി ഒരുപാട് ക്രൈസ്തവ ഗാനങ്ങൾ സുവിശേഷ രംഗത്ത് ചമച്ചിട്ടുള്ള രൂപീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. നല്ല പാട്ടുകൾ ശുദ്ധാത്മാ നിറവിൽ എഴുതപ്പെട്ടിട്ടുള്ളത് ഒരു ചെറിയ ഇരുളടഞ്ഞ മുറിയിലേക്ക് കയറി ഇരുന്ന് കുമ്പിട്ട് ധ്യാനിച്ച് ഉപവസിച്ച് 24 മണിക്കൂർ 48 മണിക്കൂർ ആ മുറിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന് തിരുവചനത്തിലെ കണ്ണുകൾ ഓടിച്ച് വളരെ ധ്യാനപൂർവ്വം പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറവിൽ എഴുതി തന്നിട്ടുള്ള പാട്ടുകളാണ്. ആ പാട്ടുകളിൽ തന്നെ നമുക്കറിയാം, എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ജ്ഞാനി ശോണി തന്നിൽ, ഇങ്ങനെയുള്ള പാട്ടുകൾ അത് 2 വരി ഒന്ന് പാടി. കഷ്ടതകളിന്മേൽ അല്ലെ നാളെ കൊണ്ട് എൻ മനസ്സിൽ ലെവലേശം ഭാരമില്ല. ഒന്നുമില്ലാത്ത ജീവിത അന്തരീക്ഷത്തിൽ സംഗീതത്തിലൂടെ ലോകത്തിന് പുതിയൊരു ചിത്രവും അനുഭവവും ദൈവ അനുഗ്രഹവും കൊടുത്തിട്ടുള്ള ഒരു ജീവിക്കുന്ന ഒരു സംഗീതജ്ഞൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ നാളെ കൊണ്ട് എൻ മനസ്സിൽ ലെവലേശം ഭാരമില്ല അതൊന്ന് പാടി. അപ്പോൾ കർത്താവിൻ്റെ ക്രൂശ് മരണം അത് അർത്ഥമുണ്ട്, അത് അനുഗ്രഹമാണ്. നമ്മളിപ്പം പാടാൻ പോകുന്ന ആ പാട്ടും കാൽവറി ക്രൂശിന്മേൽ ശിരസിൽ മുൾമുടി പരമയാഗം, ഇങ്ങനെയുള്ള പദങ്ങളെ ചേർത്തിണക്കിയ ഒരു ഗാനമാണ്. അത് പാടുമ്പോഴും ഈ കഷ്ടതകളിന്മേൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പാട്ടൊന്ന് ഞാൻ പ്ലേ ചെയ്യാം, അച്ഛനൊന്ന് പാടിക്കാം. നാളെയെ കൊണ്ടൻ മനസ്സിൽ ലെവലേശം ഭാരമില്ല, നാളെയെ കൊണ്ടൻ മനസ്സിൽ ലെവലേശം ഭാരമില്ല, ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു, തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. ദൈവമഹത്വം എല്ലാം വെടിഞ്ഞുകൊണ്ട് സ്വർഗം ചായ്ച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രൻ അനുഭവിച്ച കഷ്ടതകളെ ചൊല്ലി ഈ പാട്ട് ഏറ്റെടുത്ത് പാടുമ്പോൾ നമുക്കൊരു
ഒരു ഫീലിങ്സ്, ഒരു ഉള്ളിലൊരു അനുഭവം തോന്നിയിട്ടുണ്ടാകാം അല്ലേ? കാൽവറി ക്രൂശിൽ എനിക്കായിട്ട് പരമയാഗമായി തീർന്ന, ചങ്കിലെ ചോര കൊണ്ട് എന്നെ രക്ഷിച്ച എൻ്റെ യേശുനാഥൻ. അത് പാടുമ്പോൾ തന്നെ ഒരു വലിയ ദൈവ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഗായസംഘ അംഗങ്ങളെ പഠിപ്പിച്ചപ്പോൾ, ഈ പാട്ട് സെലക്ട് ചെയ്തപ്പോഴും ഇത് പാടിയപ്പോഴും ഇത് പഠിപ്പിച്ചപ്പോഴും എന്ത് അനുഭവമാണ് വിവരിക്കാനായിട്ടുള്ളത്? കഷ്ടതകൾക്ക് ഒരർത്ഥവും അനുഗ്രഹം ഉണ്ടെന്ന് തന്നെയാണോ? കഷ്ടതകൾക്ക് ഒരർത്ഥവും അനുഗ്രഹം ഉണ്ടെന്ന് തന്നെ. നമുക്ക് ഈ പാട്ടിലേക്ക് പോകാം. കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്ന കർത്താവ് മുൾമുടി ശിരസിൽ വഹിച്ചു എന്ന് നമ്മൾ പ്രകീർത്തിച്ചുകൊണ്ട് അതിന്മേലൊരർത്ഥവും അനുഗ്രഹം ഉണ്ടെന്ന് ലോകത്തിന് ഒരു സാക്ഷ്യം കൊടുക്കാൻ നമുക്ക് ഈ പാട്ടിലേക്ക് പോകാം അല്ലേ? ശിരസിലാ ആണിയേറ്റു ചോരവാർന്നു
എല്ലാ സഭകളിലും ഈ ഗായന ശുശ്രൂഷ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗായസംഘത്തിൻ്റെ ഒരു അതുല്യമായ പ്രവർത്തനം ഇന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ യഹൂദന്മാരുടെ ആരാധന രീതി എടുത്താലും അവിടെയും സംഗീതത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ സുനഗോഗിൽ പതിവായി പോയി തിരുവചനം വായിച്ചു, ആരാധിച്ചു എന്നൊക്കെ നമ്മൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ സംഗീതത്തിന് ഗായക സംഘത്തിന് ഓരോ സഭയിലും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. സുവിശേഷ രംഗത്തും ആ പ്രാധാന്യം ഉള്ളതുകൊണ്ടാകാം ഒരുപക്ഷെ ദ ക്വയർ എന്ന പ്രോഗ്രാം വളരെ ഒരു നവ സൃഷ്ടിയായിട്ട് ഉത്തരാധുനിക ദർശനത്തിൽ കാഴ്ചപ്പാടിൽ ശാലോം ടി വിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങൾക്കും അതിൽ ഭാഗവാക്കായി തീരാനായിട്ട് ഇടവങ്കാട് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയ്ക്കും അതിൽ ഭാഗവാക്കായി തീരാനായിട്ട് സാധിക്കുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ശാലോം ടി വിയിലെ എല്ലാ പ്രവർത്തകരോടുമുള്ള കൃതജ്ഞതയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്ന ഈ നല്ല പ്രോഗ്രാമിലൂടെ അനേകര് ക്രിസ്തുവിൽ സമാധാനവും സംതൃപ്തിയും കണ്ടെത്തുവാനായിട്ട് കൈവരിക്കുവാനായിട്ട് സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുകയാണ്. ദ ക്വയർ എന്ന പ്രോഗ്രാം വീണ്ടും ഒരു ബേത്ലഹേമിൽ മുഴങ്ങിക്കെട്ട മംഗളധ്വനിയായിട്ട് മാറി അത് ലോകത്തിൽ രക്ഷാകരമായ പദ്ധതിയുടെ നല്ല ഭാവങ്ങളും ഭാവഭേദങ്ങളും ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.